ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് പുതിയൊരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ട്രെയിനിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോകുന്ന സ്ഥലം നമ്മളെവിടെ പോകുന്നതെന്ന് അറിയാം. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ കോവളത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു സ്റ്റേക്കേഷൻ, ഒരു എയർബിഎൻബി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പോകുന്നു, സ്റ്റേ ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും സ്ഥലമൊക്കെ കാണാനുള്ളത് കാണുന്നു, തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. സോ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ പഴയ ഗ്യാങ് ആണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പം ഞാനുണ്ട്, ചേച്ചിയുണ്ട്, സാറബയുണ്ട്, റിയാബിറ്റുണ്ട്, അന്തരനുണ്ട്, ടോം തോംസണുണ്ട്, ശ്രീകുമാറുണ്ട്, പാർവതി പ്രദീപുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരാളെ കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് സ്വന്തം പാർവതി പ്രദീപും വരാമെന്ന് ഏറ്റിട്ടുണ്ട്. സോ അപ്പം ഞാനിപ്പോൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. നമ്മൾ 8:50 ട്രെയിനിന് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എന്താണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന വഴിക്കാൻ എല്ലാവരും കാണിച്ചു തരാം. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേക്കേഷനായിട്ടുള്ള വ്ളോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ സാറബേൻ്റെ ഒന്നൊന്നും എഴുതാണ്ടെന്ന് പറഞ്ഞു അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെന്താ, അപ്പം ഞാൻ ഇവിടെ വരെ വന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാറിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നതിന് അത് ഇപ്പം കാണിച്ചു തരാം. സോ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഓരോരുത്തർ വരുന്നതനുസരിച്ചിട്ട് ഞാൻ ഓരോരുത്തരെ എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഓരോരുത്തരെ വരുന്ന വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സോ അപ്പം എല്ലാം കാണിക്കാം. അപ്പോൾ ഇത് കളങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറബ് എത്തി, മെർജോ എത്തി, ടോംതോസം എത്തി. ടോംതോസം മറ്റേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകാൻ തോന്നുന്നു. തിരുവനന്തപുരത്ത് മറ്റേ നിയമസഭ മറ്റേ എന്താ സാധനം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്. എന്താ ദൈവമേ, വെള്ളരിപ്ര അതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തിരുവനന്തപുരത്തിന് പോവാ. ടോം തോംസൺ സുഖമല്ലേ? അപ്പം അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ പാർവതി പ്രദീപ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. സോ പാർവതി പ്രദീപ് റിയാബിറ്റും ഉണ്ടവയാണ്. ഇപ്പോൾ വരും. 8:48 8:56 ട്രെയിൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ഇതാണ് ക്ലൂണി സ്കൂൾ. ഞാൻ ഇവിടെയാണ് +2 ബോർഡ് എക്സാം എഴുതാൻ വന്നത്. നമ്മൾ +2 പഠിക്കുമ്പോഴേക്കും ബോർഡ് എക്സാം എഴുതുന്നത് വേറെ, നമ്മൾ പഠിക്കുന്ന സ്കൂളല്ലേ, വേറെ സ്കൂളിലായിരിക്കും. അപ്പം ഇവിടെ വന്നാൽ ഞാൻ എഴുതിയത്. ഇത് നമ്മുടെ വേളാങ്കണ്ണിയുടെ പഴയ ICF റേക്ക്, നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് ഈയിടെ ഇത് കിട്ടിയായിരുന്നു, ഏത് LHP കോച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ പഴയ റേക്ക് അവർ എങ്ങും ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി കൊണ്ടിട്ടിരിക്കുക. സോ ഇതാണ് പഴയ വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് റേക്കാണ് കേസ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇനിയിപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ കാണിക്കാവേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. എല്ലാവരും ഉണ്ട്. എല്ലാവരും ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ ശ്വേതാജി മാത്രമേ മിസ്സിങ്. ശ്വേതാജി ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് കയറും. സോ എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടുന്ന് സൗത്ത് സൈഡിലോട്ട് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ
ജേണി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഒന്നും കേൾക്കത്തില്ലായിരിക്കും നിങ്ങൾക്ക്. സോ ഞാൻ വിശ്വാസം അത് കാണിച്ചു. ഹലോ ഗായ്സ്, ഞാൻ എന്നും ഈ റൂട്ട് എന്റെ പതിവ് റൂട്ട് ആയതുകൊണ്ട്, ഞാൻ ട്രിവാൻഡ്രം വാലി ആയതുകൊണ്ടും ഈ കൂട്ടത്തിൽ ഞാനും പാർവതി പ്രദീപും ഇനി വരാനുള്ള ശ്വേത ശ്രീകുമാർ, ഞങ്ങൾ 3 പേരും ട്രിവാൻഡ്രം വാലാസാണ്. ഞങ്ങൾ എന്നും സ്ഥിരമുള്ള റൂട്ടാണ്. സോ ഞങ്ങളുടെ പിള്ളേർ ഇന്ന് ആദ്യമായിട്ട് ട്രിവാൻഡ്രം റൂട്ടിലേക്ക് അത് ട്രെയിനിൽ വരികയാണ്. ഓക്കെ ഗൈസ്, സോ ബാക്കി കാണിക്കും. എങ്ങനെയുണ്ട് അമ്മ ഉഴുന്നടയുടെ റിവ്യൂ പറ. അല്ല, ഇതിലും നല്ല ഉഴുന്നട വേറെ കഴിച്ചിട്ടുണ്ടോ? പാർവതിപതി ഇവിടെ ലാപ്പയിലൊക്കെ വെള്ളം വീച്ചിട്ടിരിക്കുക. അവളുടെ ബാഗിനകത്തുനിന്ന് വെള്ളം കുപ്പി ചോർന്നു, ലാപ്പൊക്കെ ചോർന്നിരിക്കുക. ചറബ ഇട്ടിരിപ്പുണ്ട്, റേബിറ്റ് ഇട്ടിരിപ്പുണ്ട്. നമ്മുടെ വെറൈറ്റിക്ക് 2 മേടിച്ചതാ. ഇതിപ്പോ ആര് കഴിക്കുന്ന അറിയത്തില്ല, നോക്കാം. ഹായ് ഗൈസ്, ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം കൂടെ എത്തിയാൽ നമ്മൾ ട്രിവാൻഡ്രത്തും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുന്നത്. എതിരായിട്ടും കൊല്ലത്തോട്ടോ ഇങ്ങനത്തെ ഏരിയയിലോട്ടോ ഒന്നും വന്നിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കൊള്ളാം, രസമുണ്ട്. ഫസ്റ്റ് ടൈം വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ഞാൻ എല്ലാ ദിവസവും ഇപ്പം ട്രെയിൻ ജേണി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ട്രെയിനിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് രസമുണ്ട്. എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ജസ്റ്റ് ഒന്ന്, എനിക്ക് അറിയത്തില്ല, ഫുള്ളൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത് കാണിച്ചു തരാവേ. ഇവിടെയൊക്കെ ഫുൾ പണി നടക്കുക. എനിക്ക് തോന്നുന്നു മറ്റേ അമൃത് ഭാരതോ അങ്ങനെ എന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനും മറ്റേ പുതുക്കി പണിതുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ എക്സ്കലേറ്ററോ അതൊക്കെ പണിയാനുള്ള എന്തുവാന്ന് തോന്നുന്നു. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് നമുക്ക് 2 റെയിൽവേ ലൈൻസ് പോകുന്നുണ്ട്. ഇപ്പോൾ പുനലൂരിനും പിന്നെ ട്രിവാൻഡ്രത്തോട്ട് അങ്ങനെ 2 റെയിൽവേ ലൈൻസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ സ്റ്റേഷനിൽ നിന്ന് 1 കൂടുതൽ ലൈൻസ് പോകുന്നുണ്ടെങ്കിലായിരിക്കും ആ റെയിൽവേ സ്റ്റേഷനെ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ അതാണ് സംഭവം. ഇവിടുന്ന് 2 ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കായംകുളം ജംഗ്ഷൻ, കായംകുളത്തു നിന്നാണ് 2 ലൈൻസ് പോകുന്നത്. മറ്റേ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയുള്ള 2 ലൈൻസ്. സോ അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. തുറക്കുന്ന ഇതാണ് ഇപ്പുറത്തെ സൈഡ്, പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ്. ഇവിടെ ഫുൾ പണി നടക്കുക. അതുകൊണ്ട് അവിടെയൊക്കെ വലിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നു. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. ചേട്ടൻ പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ കഴക്കൂട്ടം എത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ ഞങ്ങളിവിടെ യൂണോ ഒക്കെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതേ കണ്ടോ, അല്ല ഞങ്ങള് കുറെ നേരമായിട്ട് ഇവിടെ യൂണോ ഒക്കെ കളിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവര് എല്ലാം ഇറങ്ങുന്ന, അയ്യോ എന്റെ കൈ വന്നു തോന്നുന്നു. എല്ലാരും ഇറങ്ങുന്ന, നമ്മള് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന എല്ലാവരും തൃപ്പൂണിത്തുറയല്ല ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഇറങ്ങുന്ന സ്റ്റേഷനാണ് കഴക്കൂട്ടം. ഈ സ്റ്റേഷന് എനിക്കൊരു ചരിത്രം പറയാനുണ്ട്. ഈ സ്റ്റേഷൻ പറയൂ. ഈ സ്റ്റേഷനിൽ പണ്ട് മലബാർ നിർത്തത്തില്ലായിരുന്നു. അതായത് ഈ സ്റ്റേഷൻ ചുമ്മാ ഒരു സ്റ്റാൻഡിംഗ് സ്റ്റേഷൻ, ട്രെയിൻ നിർത്തുന്നത്. അപ്പൊ എന്റെ അച്ഛൻ അനിയിലേക്ക് അച്ഛനൊക്കെ പോയി കണ്ട് നിർത്തി തുടങ്ങി. പുള്ളി എപ്പോഴും കണ്ടോ സംഘന്റെ ചരിത്രം കൂടെ നമുക്ക് കിട്ടിയില്ല കഴക്കൂട്ടത്തിനെ കുറിച്ച്. സോ ഇനിയിപ്പം കുറച്ചൊരു 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ട്രിവാൻഡ്രം എത്തും. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. സംസറിൽ പോകാൻ. സോ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട്
നമ്മൾ Uber എടുത്തിട്ട് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാനാണ് പ്ലാൻ. എല്ലാവരും +2 ഇടാനല്ലോ. മറ്റേ എന്താണ് കൊടുത്താൽ കൊല്ലത്ത് കഴക്കൂട്ടം ശാന്തസുന്ദരമായ ഇത്ര വലിയൊരു സ്ഥലം. ശാന്ത റിയാബിലിറ്റിന് പണിയിട്ട് +2 ഇട്ടിരിക്കുകയാണ്. സുരേന്ദ്രകുമാർ കായക്കൂട്ടത്തിനെ കുറിച്ച് 2 വാക്ക്. കമ്പ്യൂട്ടർ ട്രിഗറാണ് സുരേജി. അതെ അതെ. അപ്പൊ ഗൈസ് ബാക്കി കുഞ്ഞു സ്റ്റേഷനൊക്കെ ഇത്ര വലിയ സ്ഥലമായിട്ട് തൃപ്പൂണിത്തുറ പോലെ ഇടാൻ പറ്റില്ല. ബാക്കി അങ്ങനെ നമ്മളുടെ വാട്ടർ സെന്ററിലോട്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളിത് ബാഗ് എടുത്ത് ഇറങ്ങാൻ പോവാം. എന്നിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് എവിടെയും 12 മണിയാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടെ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് പ്ലാൻസ്. അപ്പൊ ഇത് ഇറങ്ങാൻ പോവാം. ഇപ്പോൾ ഇവിടുന്ന് Uber എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പോകണം. എന്താണ് ടോം തോമസൻ പറയാനുള്ളത്? നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ അതെ, അതാണ് പ്ലാൻ. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഓർത്ത് കാണിക്കാം, പോകുന്ന കഴിക്കെല്ലാം കാണിക്കാതെ. അങ്ങനെ നമ്മളിത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ അവിടെ ബസ് സ്റ്റാൻഡും എല്ലാം. സോ ഇറ്റ്സ് വെരി അടിപൊളിയായിട്ടുണ്ട്. നൈസാണ്. അതെ, എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. സോ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഇവിടുന്നൊരു Uber മേടിച്ചിട്ട് പോകാൻ പോകാൻ ഞാൻ വണ്ടി കിട്ടിക്കാൻ വേണ്ടി കാണിക്കാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ Uberൽ കയറി. പങ്കെടുക്കുന്ന റെസ്റ്റോറൻറ്റ് ചന്ദ്രൻ കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ അവർ വന്നിട്ടില്ല. അവർ Uberൽ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനും സാറിനെ ചേച്ചിയും റിയാബിലിറ്റും ഇങ്ങെത്തിയിട്ടുണ്ട്. അവരോട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ മെനു നോക്കിയിട്ട് ഫിഷ് കറിയും മീൽസൊക്കെ മേടിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവർക്ക് മെനു അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വരുമ്പോൾ അവരെ കാണിക്കാം. ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുമ്പോൾ കാണിച്ചത്. നല്ല ഫുഡാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. സോ യാ, ലെറ്റ്സ് സീ. സെറബ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സെറബയുടെ മീൻകറിയായി, മീനായി. എന്നാണല്ലോ എന്നെ ഫുഡ് നല്ലായിരുന്നു. ഗൈസ് അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എല്ലാം കാണത്തില്ല, കുഴപ്പമില്ല. നല്ല ഫുഡായിരുന്നു ഗൈസ്. ഫിഷ് കറി, മീൻ പ്ലസ് ഫിഷ് കറി ഞങ്ങൾ മേടിച്ചു. നല്ല ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. പഞ്ചായത്തിൽ വന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മീൽസും ഫിഷ് കറി കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ Uber ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ സ്റ്റേയിലോട്ട് പോവുക. കോവളത്താണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇനി എന്ത് സ്ട്രേറ്റ് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ Uber ഇപ്പോൾ വരും. അതെ, എല്ലാവരും ഇവിടെ നിന്ന് വെറുതെ ചില്ലടിച്ചുകൊണ്ട് നിൽക്കുക. അതെ, എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനിയിപ്പോൾ നേരെ Uber കയറി അങ്ങോട്ട് ഇനി അവിടെ ചെന്നിട്ടുള്ള കാണിക്കാതെ പോകുന്ന വഴിക്കുള്ള വിശ്വസത കാണിക്കാം. അങ്ങനെ നമ്മളിത് നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്തുകയാണ്. ടോം തോമസനും കിങ്കരന്മാർ നേരത്തെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള കിങ്കരന്മാർ ഇത് നടന്നു നോക്കിക്കൊണ്ടിരിക്കുക. അതേ ഗൈസ് കണ്ടോ, എൻ്റെ കൂട്ടത്തിലുള്ള കിങ്കരന്മാർ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളിത് ഇപ്പോൾ സ്റ്റേയിൽ നേരെ അങ്ങോട്ട് എത്തും. സോ സ്റ്റേ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാവേ.
ഗൈസ് നമ്മളിതേ നമ്മുടെ എയർബിഎൻബി സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. ദേ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പഴയ വീടാണ്. ബട്ട് മീൻസ് കുറേ നാളായ വീടാണ്, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആയ ഒരു വലിയ വീടാണ്. വലിയ വീട് ഭയങ്കര ഏരിയ ഉള്ള വീടാണ്. സോ ഭയങ്കര ഏരിയ ഉള്ളൊരു വീടാണ്. അപ്പം ഇതിന് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 16,000 റുപ്പീസിനടുത്ത് ആണ് ഒരു ഡേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല. നമ്മൾ ഇതിൻ്റെ പേര് ടീ ടോപ്സ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. സോ നമ്മളിതങ്ങനെ എയർബിഎൻബി കണ്ടിട്ട് ബുക്ക് ചെയ്ത് എടുത്തതാണ്. ഞാൻ അകത്തുള്ള വിശേഷങ്ങൾ കാണിക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ അകത്തോട്ട് നിങ്ങളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറുക. ഫ്രണ്ടിൽ ഒരു കാർ പോച്ചും ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു ചെറിയ സിറ്റ് ഔട്ടും ഉണ്ട്. ഇത് മൊത്തം 3 നിലയിലാണ്. ഫസ്റ്റ് നിലയിൽ ഫുള്ള് നമ്മുടെ ലിവിങ് സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മേലത്തെ നിലയിലാണ് നമ്മുടെ 4 ബെഡ്റൂമുള്ളൊരു വലിയ വീടായത്. കയറി വരുമ്പോഴേക്കും ഇങ്ങനൊരു ലിവിങ് സ്പേസ് ആണുള്ളത്. നമുക്കിവിടെ ഇരിക്കാം. പിന്നെ ഇങ്ങനെ ആനയുടെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ ഒരു വലിയൊരു ഒരു എന്താ പറയുക, ഒരു സ്കൾപ്ചറുണ്ട്. പിന്നെ ഇങ്ങനെ കയറി വന്നിട്ട് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ്. ഇവിടെ തന്നെ നമുക്ക് മേലോട്ടുള്ള സ്റ്റെയേഴ്സ് കാണാം. പിന്നെ ഒരു മുറിയിൽ നമുക്ക് വാഷിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാം. പിന്നെ ഇതൊരു ചെറിയ ഡൈനിങ് സ്പേസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് നമ്മൾ കയറി വന്നത് ഇതൊരു ചെറിയ ഡൈനിങ് സ്പേസ് ആണ്. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈ കിച്ചൺ ഫുള്ളി ഫങ്ഷണൽ ഒരു കിച്ചണാണ്. കിച്ചണിൻ്റെ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. ഒന്നും കാണത്തില്ല. ഒന്നുമില്ല, കാലിയായിട്ടുള്ള ഫ്രിഡ്ജാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. വൈഫൈ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും ഇതാണ് വേറൊരു സെക്കൻഡ് ലിവിങ് സ്പേസ്. സെക്കൻഡ് ലിവിങ് സ്പേസിലേക്ക് വരുമ്പോഴേക്കും ഇവരൊക്കെ ഇവിടെ നിന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ചില്ലിങ് ലൈഫാണ്. ഇതൊരു സെക്കൻഡറി ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവരിവിടെ നിന്ന് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ചില്ല് ലൈഫാണ്. കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് നമ്മുടെ സെക്കൻഡറി ലിവിങ് സ്പേസ്. അപ്പം നമ്മൾ കയറി വന്നത് അവിടെ നിന്നാണ്. സോ ഞാൻ പറഞ്ഞില്ല, താഴത്തെ നല്ല ഫുള്ള് ഒരു ലിവിങ് സ്പേസാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ സ്റ്റേയുടെയും ഈ സ്ഥലത്തിൻ്റെയും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി പ്ലസ് വരുന്ന നോക്കുമ്പോഴേക്കും നമുക്കിവിടെ നമ്മളിപ്പം കോവളത്തിനെ വിഴിഞ്ഞത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് കാണാം, ബീച്ച് കാണാം, നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടിക്ക് വേറെ ഹൈലൈറ്റ് ഉള്ളത്, ഈ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു പ്രൈവറ്റ് പൂളുണ്ട്. ചന്ദ്രനും ടോം തോംസണും പൂളിൽ കിടന്ന് അർമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഓപ്പണായിട്ട് ഇരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും ഒരു ഏരിയയുണ്ട്. അതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു കാര്യങ്ങൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഉള്ള എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ പറഞ്ഞില്ല, നേരത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ, ആ സ്റ്റെപ്പ് കയറി ചെന്ന് മേളിൽ ചെന്ന് കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂംസ് എല്ലാം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് എല്ലാ റൂംസും. നമുക്ക് മൊത്തം 4 റൂംസാണ് വരുന്നത് ടോട്ടലായിട്ട്. ആ 4 റൂംസും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇതിന് താഴെ നമ്മൾ മുമ്പേ കണ്ട ലിവിങ് സ്പേസില്ലേ, അതിന് താഴെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ആക്സസിബിൾ അല്ല. ഇതാണ് നമ്മൾ സ്റ്റെയർസ് കയറി വരുമ്പോൾ ഉള്ള വ്യൂ. ഇതിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു മുറിയുണ്ട്. ഇതാണ് ആ ഒരു മുറി. എല്ലാ മുറിക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാർഡ്രോബും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അലമാരിക്കകത്ത് തന്നെയാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. സോ നമുക്ക് മനസ്സിലാവില്ല അവിടെ ഒരു വാഷ്റൂം ഉള്ളതായിട്ട് മനസ്സിലായോ. സോ അത് ഭയങ്കര അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാ മുറിക്കും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട്. നമുക്കിങ്ങനെ കയറി കഴിയുമ്പോഴേക്കും അങ്ങനത്തെ എല്ലാ വാഷ്റൂംസും നല്ല വാഷ്റൂംസാണ്. ചില വാഷ്റൂം വലിയ വാഷ്റൂമാണ്. ഈ മുറിയുടെ വാഷ്റൂം കുറച്ച് ചെറിയ വാഷ്റൂമാണ്. പിന്നെ ഇവിടുന്ന് വരുമ്പോഴേക്കും എല്ലാ മുറിയിലും AC ഉണ്ട് കേട്ടോ. എല്ലാ മുറിയും എയർ കണ്ടീഷനാണ്. സോ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. സെക്കൻഡറി മുറി ഇതാണ്. എല്ലാ മുറിയും ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സെയിം ആർക്കിടെക്ചറിലുള്ള മുറികളാണ്. ചില മുറി വലിയ മുറിയാണെന്നേ ഉള്ളൂ.
പിന്നെ ഒരു അയണിങ് ടേബിൾ ഉണ്ട് അവിടെ. ഇതാണ് നമ്മുടെ 3rd ലിവിങ് റൂമായിട്ട് വരുന്നത്. പിന്നുള്ള അടുത്ത മുറി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ മുറി. സോ ഈ മുറിക്കെല്ലാം അതുപോലെ തന്നെ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് വാഷ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴേക്കും ഇവിടെ വാഷ്റൂം ഉള്ളതായിട്ട് അറിയത്തേ ഇല്ല. പിന്നെ ഈ മുറിക്കും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ മുറിക്കും ഇത് രണ്ടിനും ബാൽക്കണിയുണ്ട്. അതിൻ്റെ രണ്ടിനും ബാൽക്കണി ലൈക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സെയിം ബാൽക്കണിയിലോട്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നത്. ക്ലോസ് ഡൗൺ കൂട്ടിയിരിക്കുവാന്ന് തോന്നുന്നു. അപ്പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, അല്ല തുറന്നു. നമുക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കുമ്പോഴേക്കും ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഉണ്ട്. ഇവിടെ അവിടെ നിന്ന് അവന്മാരെ ഒന്ന് ഇതിൽ നിന്നൊക്കെ കാണാം. കണ്ടോ? സോ അവിടെ നിൽപ്പുണ്ട് അവന്മാരവിടെ നിന്ന് ചില്ല് ചെയ്യുന്നു. മേളിൽ നല്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിട്ടോ കിട്ടുന്ന കേസ്. നല്ലൊരു ബീച്ച് വ്യൂവും മറ്റേ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ എല്ലാം ഉണ്ട്. സോ അതും അടിപൊളിയാണ്. ഇതാണ് ഇവിടെ നമുക്ക് മുറിയിനകത്തോട്ട് കയറാൻ ഞാൻ കാണിച്ചു തരാം. തുറക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. തൊട്ടോ ഇല്ല, ലോക്ക്ഡൗൺ തോന്നുന്നത് കേസ്. അപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കാൻ തോന്നുന്നത്. സോ അതാണ് മൊത്തം ഒരു ടൂറ് എനിക്ക് തരാനുള്ളത്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഞാൻ വിചാരിക്കുന്നു അടിപൊളി. പക്ഷേ അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താ പറയുക, ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഭയങ്കര പഴയ ഒരു വീടാണ്, ഭയങ്കര സ്പേസസ് ആയിട്ടുള്ള വീടാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒരു മിനിറ്റ് ഞാൻ പറയാറേ. ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക, ആ വ്യൂ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റൂം ടൂറും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാം. ഗൈസ്, നമുക്കൊരു സർപ്രൈസ് ഉള്ളതെന്ന് നമ്മുടെ ടോം തോംസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ജൂലൈ 10-ാം തീയതി. ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുന്നത് ജൂലൈ എന്നാൽ ജൂലൈ 12-ാം തീയതി. സോ 2 ദിവസം ഗ്യാപ്പല്ലേ ഉള്ളൂ. നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പം ടോം തോംസിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ നമ്മൾ വിചാരിച്ചു. ടോം തോംസിന് അറിയത്തില്ല. അപ്പോൾ ടോം തോംസ് അറിയാൻ നമ്മൾ സ്വിഗ്ഗിയിൽ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവനിപ്പം പൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുകൊണ്ട് ആ കേക്ക് വന്നു കഴിഞ്ഞാൽ ആ കേക്ക് എടുത്തിട്ട് നേരെ നമ്മൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാനാണ് പ്ലാൻ. അവനറിയാതെ. എന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവന് സർപ്രൈസായിട്ട് കേക്ക് കൊടുക്കാനാണ്. ഞാൻ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റും കൊടുക്കാം എന്നുള്ളതാണൊക്കെ പ്ലാൻ. സോ അതൊക്കെ നമുക്ക് സക്സസ് ആവും അറിയത്തില്ല, നോക്കട്ടെ. അവൻ പൊളിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ അതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ ഇനിയുള്ള വിഷ്വൽസൊക്കെയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം നിങ്ങളെ. സോ over to stay tuned for that. Guys, ഒരു ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ സ്വന്തം ഭാവിച്ചേട്ടൻ ഓട്ടോ വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ചന്ദ്രൻ കടയിൽ പോകണം. ചന്ദ്രൻ സർബത്ത് കുടിക്കും. ഭയങ്കര ദാഹം. രാവിലെ നമ്മൾ ഭാവിച്ചേട്ടൻ വന്ന ഞാൻ ബോട്ടൊക്കെ കാണിച്ചു തരാം. അതെ, നമുക്കൊരു സന്തോഷം. ഞങ്ങൾ പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റാണെങ്കിൽ കാണിച്ചു തരാം. ഭാവിച്ചേട്ടൻ ഗൈസ്, അങ്ങനെ നമ്മളിത് വിഴിഞ്ഞം ബോട്ട് വന്നിരിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിഴിഞ്ഞം ബോട്ട് കണ്ടിരിക്കുന്നത്. ആ കാണുന്ന കേസ് വിഴിഞ്ഞം ബോട്ട്. അവിടെ ഭയങ്കര തിരയൊക്കെയാണ്. അവിടെയാണ് വിഴിഞ്ഞം ബോട്ട്. പ്രത്യേകിച്ച് പുതിയ ഷിപ്പൊന്നും വന്ന് കിടപ്പുള്ളതായിട്ട് കാണുന്നില്ല. ആ കാണുന്ന വിഴിഞ്ഞം ബോട്ട്. അങ്ങനെ വിഴിഞ്ഞം ബോട്ടും ജീവിതത്തിൽ കാണാൻ സാധിച്ചു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഞങ്ങൾ വേറൊരു വഴിക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കുമാണ് ഇതിവിടെ കണ്ടത്. സോ അപ്പോൾ ഞങ്ങളിത് പയ്യെ ഇവിടുന്ന് ഇറങ്ങുക. ഗൈസ്, ഇതാ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ. ഇവിടെയാണ് മുഴുവൻ ഫിഷിംഗ് ബോട്ടും വന്ന് കിടക്കുന്നത്. എന്തുമാത്രം ബോട്ട്, ഇഷ്ടം പോലെ ബോട്ട്. അയ്യോ, ഞാൻ ഇത്രയും ബോട്ട് അടുപ്പിച്ച് തരുന്നുണ്ട്. 10,000 ബോട്ടുണ്ടെന്ന കേസ് പറഞ്ഞത്. ഇഷ്ടം പോലെ ബോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. ഇതിൻ്റെ അപ്പുറത്തായിരുന്നു മറ്റേ സീപോർട്ട്. ഈ സൈഡിലാണ് വിഴിഞ്ഞം ഫിഷിംഗ് ബോട്ട്. ഗൈസ്, നമ്മൾ ഉഷാറായിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഏകദേശം സൺസെറ്റ് ആവാറായിരിക്കുകയാണ്. നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ റീൽ എടുക്കുന്നുണ്ട്. ഞാനും ചന്ദ്രനും ഇപ്പൊ പ്ലാൻ ചെയ്തൊരു റീലിലേക്ക് പോവാണ്. വളരെ സമാധാനം, സന്തോഷം.
എൻ്റെ അവസാനത്തെ ട്രിപ്പായിരിക്കും കാഴ്ച ഇവിടെ നാട്ടിൽ. അറിയില്ല, ദൈവം അനുഗ്രഹിച്ചാൽ സന്തോഷം പോയി. നമ്മൾ മേടിച്ച ഒരു കുപ്പിയാണ് ചന്ദ്രൻ ഒരു ചന്ദ്രൻ ഒരു മദ്യപാനിയാണ് ഗൈസ്. ദേവന്മാരെല്ലാം ഇവിടെ റീൽ എടുത്തോണ്ടിരിക്കുക ഗൈസ്. സ്വരാജ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, റിയാബ് അവിടെ നിൽപ്പുണ്ട്, മറിഞ്ചോ അവിടെ നിൽപ്പുണ്ട്, പാർവതിപ്രതി അവിടെ നിൽപ്പുണ്ട്, സാറബ അവിടെ നിൽപ്പുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും ഫോട്ടോ റീലൊക്കെ എടുത്തോണ്ടിരിക്കുക. റീലിലൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാവേ. അതേ സൺസെറ്റൊക്കെ ആവാറായി. ദേവന്മാർ റീലിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഗൈസ്. പീസ്, അതാണ് എല്ലാം. ഹലോ ഗൈസ്, പിന്നെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവർ റീൽ എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് റീലൊക്കെ എടുത്ത് ടോം തോമസിൻ്റെ ഒരു കിടുന്ന റീലുണ്ട് ഗൈസ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അടിപൊളി റീല ടോമിൻ്റെ ചന്ദ്രനും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറിയിട്ട് ചുമ്മാ ബീച്ച് വരെ നടക്കാൻ കഴിയും. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ബീച്ചിലോട്ട്. സോ ഞങ്ങളിത് നടന്നു പോവാണ്. 10 മിനിറ്റ് ഉള്ളതാണ് ഇവിടെ നിന്നുള്ളവർ കണ്ടവർ പറഞ്ഞത്. ചെല്ലുമ്പോൾ അറിയാൻ എത്ര മിനിറ്റ് ഉണ്ടെന്ന്. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. റിയാബിറ്റും മെർജോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ ചന്ദ്രനും ഷാറബയും പാർവതിയും ശ്രീകുമാറും ടോം തോമസും എല്ലാവരും ഉണ്ട്. സോ ഞങ്ങൾ ബീച്ചിനായിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. നടന്ന് ബീച്ചിൻ്റെ അവിടെ എത്തി. നമ്മളിത് കാണുന്നതാണ് ഞാൻ അതിൻ്റെ ക്ലിപ്പ് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടെ അടുത്തുള്ള ബീച്ച്. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടോ? നമ്മൾ റൂമിൽ നിന്ന് കണ്ടില്ല ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് അവിടെ ആയിട്ട് വരും. ഇതാണ് അതിൻ്റെ അടുത്തുള്ള ബീച്ച്. പക്ഷേ ഈ ബീച്ചിലോട്ട് ഇറക്കത്തില്ല, ഭയങ്കര തിരയാണ്. സോ അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അവസ്ഥ കിടക്കണം. സോ അതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ താഴോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല. സോ ഇവിടെ നമ്മളിങ്ങനെ അങ്ങനെ ബീച്ചിൽ സ്ഥലത്തിനെങ്കിൽ നടന്നു പോകാൻ ഒരുപാട് സ്ഥലമുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള ചേച്ചിയും ശ്രീമാർ നടന്നു പോകുന്നു. ഷാറബയും പാർവതിപ്രതിയും കൂടെ പോകുന്നു. റിയാബ് ഉണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. സോ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ നമുക്ക് നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാനുള്ളത്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സൗണ്ട് കാരണമൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഭയങ്കര കാറ്റിൻ്റെ സൗണ്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിത് ഒന്നും കാണത്തില്ലേ, നമ്മൾ വന്ന വഴി ഭയങ്കര വലിയ കയറ്റമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുന്ന വഴി ടോമണ്ണൻ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഒരു വഴി കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളിത് ആ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഗീസ്, കണ്ടോ മുഴുവൻ ഇരുട്ടാ ഗീസ്. ഇതേതോ മറ്റേ ഉൾവഴി ഇടവഴിയാണ്. അതെ, ടോമണ്ണനും ചന്ദ്രനും കൂടെ ഫ്രണ്ടിൽ പാത തെളിച്ച് പോകുന്നുണ്ട്, മറ്റേ പടക്കോപ്പ് എന്തിയ ഇവരെ പോലെ. സോ അതാണ് സംഭവം. തിരിച്ചു കാണാം. പുറകെ റിയാ ബീച്ച് വ്ളോഗ് എടുക്കുന്നുണ്ടോ? ഇല്ലേ, അതിനെ നിന്നുപോയേ. നേരത്തെ സംഭവം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്ലോസ് ആയിപ്പോയി. അപ്പം നമ്മൾ ഇത് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ടോമണ്ണൻ ഏതോ വഴി കൂടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഏതാ വഴി എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അയ്യോ, ഇപ്പൊ ഫോൺ ഗൈസ്, എനിക്കൊന്നും കാണില്ല ഗൈസ്. ഞാൻ എന്തോ രീതി നടന്നു പോവാ. ഞാൻ വ്ളോഗ് നിർത്തുക. ഇനി മര്യാദക്ക് ലൈറ്റ് ഇട്ട് നടന്നു പോട്ടെ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഞങ്ങൾ അങ്ങനെ നടന്ന് ഏതോ വഴിയിൽ എത്താറായെന്ന് തോന്നുന്നു. ചന്ദ്രൻ ടോമണ്ണനും വഴി കാട്ടി മെയിൻ റോഡിലെത്തി ഗൈസ്. മെയിൻ റോഡിലെത്തി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്ന വഴി മറ്റേ
കുഞ്ഞു വഴിയാണ്, വണ്ടി സ്കൂട്ടറൊക്കെ മാത്രം പോകുന്ന വഴിയാണ് ഗൈസ്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ചന്ദ്രൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നു. അമ്പലത്തിൽ മണി അടിക്കും ഗൈസ്. അപ്പോൾ ചന്ദ്രൻ പ്രാർത്ഥിക്കണം. അതേ മെയിൻ റോഡിൽ വന്ന് ഗൈസ്, മെയിൻ റോഡിൽ നമ്മൾ മെയിൻ റോഡിലെത്തി. അമ്പലത്തിൽ നിന്ന് മണി അടിക്കാൻ ശബ്ദം കേട്ടെ. സോ നമ്മളിതേ ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്റ്റേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക തിരിച്ച്. ടോമേണ ഒന്നുകൂടെ പറഞ്ഞാടാ. അതാരാ വലിയ പോയി വിട്ടത്? എന്റെ മോനെ കഴിച്ച പടയും ചായ മറ്റേ പെപ്സിയുടെ ക്യാൻ പറഞ്ഞിട്ടുണ്ട്. 4-5 ക്യാൻ ഇവിടെ ഗൈസ് ടോമണ അതെ പാക്കേജിന്റെ ഭാഗാന്നൊക്കെ പറയുന്നത്. പക്ഷെ നടന്നിടന്ന് മടുത്ത് കേട്ടോ. അയ്യോ അതെ പറഞ്ഞപ്പോഴും എങ്ങനെ കാലൊക്കെ ഉഷാറല്ലേ? അയ്യോ കയറട്ടെ ഗൈസ്, കയറട്ടെ. ഞങ്ങളുടെ വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ സാഹസികമായി നടന്ന് വീടെത്താറായി. അയ്യോ വേറെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ കയറി, കുറേ കൂടുവഴി കൂടെയൊക്കെ കയറിയാണ് ഇവിടെ എത്തിയത്. മെറിഞ്ചൊക്കെ അല്ലേ നടന്നു പോന്നു. റിയാബിറ്റും പാർവതിപ്രദീപും ശാസ്ത്രികുമാറും ശരബയ്ക്ക് അവിടെ അവരെടുത്ത് റീല് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പയ്യാണ് നടന്നു വരുന്നത്. അയ്യോ എൻ്റെ പൊന്നെ നടന്ന് മടുത്ത് ചത്ത്. വലിയൊരു കയറ്റമൊക്കെയാണ് അതുകൊണ്ട് ചത്തെന്ന് പറഞ്ഞാൽ മതിയില്ല. ഇനി വീട്ടിൽ പോകണം, ആ പൂളിലോട്ടൊന്ന് ചാടണം. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാവേ. ഓക്കെ ബൈ. ഇടാം. Birthday to you, happy birthday to you, happy birthday to you, dear Tony, happy birthday to you. The good God bless you, may the good God bless you, may the good God bless you, dear. Happy birthday to you. അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. മൂന്നാല് ഞാൻ കഴിക്കാൻ വെറുതെ മേടിച്ചതാ. എടാ ഞങ്ങള് വന്നപ്പോഴേ മേടിച്ചു. നീ ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാം. ടൈപ്പ് ചെയ്യുന്ന അവിടെ മേളി. എങ്ങനെയാണ് മാറ്റണ്ടേ? എടാ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച് മേളിൽ പോവാൻ, നീ എന്നാ വരാഞ്ഞ്? ഏസിക്കകത്ത് പാട്ടിടാനാ വേണ്ടി. ഒരു മിനിറ്റ്.
ഇനി ഒരു സ്പീച്ച് ആവാം. എല്ലാവർക്കും കൊടുക്ക, എല്ലാരും കൊടുക്കടാ, എല്ലാരും കൊടുക്ക, എല്ലാരും കൊടുക്ക. വീണ്ടും കാലാകാലമായി ഞാൻ നീ ഞെട്ടിക്കാൻ ഇന്നും കൊടുക്കുകയാണ്. ഇവിടെ എന്താ ഞാൻ വിചാരിച്ചത്, നമ്മള് ഇവിടെ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല ഒരു കേക്കിന് ഈ സ്ഥലത്ത്. എന്നിട്ട് ഇവിടെ എങ്ങനെയോ കേക്ക് ഒപ്പിച്ചു. ഞാനില്ലാതെ എന്റെ പേര് എഴുതാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ച മൂണ്ടാലും കൊണ്ട് മൂണ്ടാല് COM എന്ന് എഴുതി എനിക്ക് വേണ്ടി. എന്റെ മുത്തുകൾ എനിക്ക് വേണ്ടി. ഞാൻ എന്നും കൃതാർത്ഥനാണ്. അടുത്ത വർഷവും ഞാൻ ഇവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റണം ഞാൻ വിചാരിച്ചില്ല. ഞാൻ എങ്ങനെയൊരു പോട്ടെ. പക്ഷെ മനസ്സിലെല്ലാവരും ഇവര് തന്നെയാണ്. ഇവര് തന്നെ നമ്മള് മനസ്സിലൊരാണ് ആഗ്രഹം. പക്ഷെ ജീവിതത്തിന്റെ പല പാതകളിലേക്ക് തിരിയെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ഒരു പാതയിലായിരിക്കും. എല്ലാവർക്കും ബസ്സിൽ കഴിക്കുക. എല്ലാവർക്കും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാരും പറഞ്ഞു. അതെ, എല്ലാരും നമ്മുടെ ഒരുപാട് സന്തോഷം. ഓക്കെ ഗൈസ്, അതാ പ്രശ്നം. അടുക്കളയിൽ പോയാൽ ലോസ് ഏഞ്ചൽസ് ആയിരിക്കും. ഓ ഇനി അത് ഇട്ട് നോക്കാം. Let's go on stage. അല്ല അല്ല വേറെ ഞാനും ആ കളർ കണ്ടപ്പോ ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്. അടുത്തടുത്ത് അവൻ നോക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന. എടാ അത് ഓവർ സൈസ്ഡാ. എടാ അത് കറക്റ്റ് ആടാ ഇട്ടുമ്പോ. നിക്കേ നീ അതെവിടെ വൈ, അതവിടെ വൈ. തിരി തിരി. എടാ പൊട്ട, നീ എനിക്ക് ടീഷർട്ടിന്റെ ബാക്കാണോ അയച്ചു തന്നത്? ഫ്രണ്ട് ഇതായിരുന്നു, ഫ്രണ്ട് അയച്ചായിരുന്നു. രണ്ടും ഒരു ടീഷർട്ട് ആയിരുന്നു. ഓക്കെ ഓക്കെ, അത് കൂടെ കൂടെ. ഇനി അത് ആ ചെരുപ്പ്, ഇനി അങ്ങനത്തെ ചെരുപ്പ് കിട്ടിയില്ല എന്നുള്ള ഇതല്ല. അല്ല, എന്റെ ഓഫ് വൈറ്റ് ഒരു ലൈൻ കളർ. എടാ അവിടെ അവിടെ ചോക്ലേറ്റ് വേണം. കുഴപ്പമില്ല, അലക്കാൻ മതി. ചവണ ഹാപ്പി അല്ലേ?
ഇതാ ഗൈസ് UK പോയിടാൻ ചെരുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി പിടിച്ച് കളിക്കുക. ഇപ്പൊ കാണിക്കണ്ട, വീട്ടിൽ കൊണ്ട് നനച്ചാൽ മതി. ടോമണ വേർതിരിക്കുമല്ലേ? ടോമണ വണ്ടി പിടിക്ക്. ഇത് പൊട്ടിക്കോ? മറ്റേ കളക്റ്റബിൾ ആണ് ഇനി. കളക്റ്റബിൾ ആണോ? ആ ഞാൻ ഇവനെ കോട്ടയം ലുലുന്ന് മേടിച്ചില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ അവിടുത്തെ സാധനം കുട്ടിക്ക് ഇഷ്ടമാണ്, ഒറിജിനൽ ആണ്. കാരണം ബാംഗ്ലൂർ പോയപ്പോ കടയായ കട ഞാൻ ഹോട്ട്വീൽ തപ്പി അയച്ചിട്ട് നമ്മളന്ന് പോയതല്ലേ. അന്ന് പോയപ്പോ നവംബർ 3 സെറ്റ് ഞാൻ നോക്കി, പക്ഷെ അതിലൊരു ചാട്ടം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാറ്റ്മൊബൈൽ ഇതൊക്കെ വന്നിട്ട് കുട്ടി ഓ ഓക്കേടാ, ശരിയടാ. എല്ലാവർക്കും ഒരേ ഒരു മറ്റൊരു പേരത്തില്ലോ. ഹാപ്പി അല്ലേ? നമ്മൾ ആഗ്രഹിച്ച സമയത്തെത്തി. ഏകദേശം 10 നമ്മളെല്ലാം സെറ്റ് കഴിഞ്ഞ് നമ്മൾ പൂളിൽ ചാടിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ഏറ്റവും സർപ്രൈസ് വന്ന എന്താന്ന് വെച്ചാല് ബീച്ചില് രാത്രി ഭയങ്കര കാറ്റാണ്. ആംബിയൻസ് അല്ല രാത്രിയില് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. കൊണ്ട് ചാറുന്നുണ്ട്. എന്നാ പറയുന്നത്? ഒന്നും പറയാനില്ല. കാരണം ഗൈസ് ഈ ഒരു ആംബിയൻസ് ഈ സ്വപ്ന സുന്ദരമായ നമ്മൾ മൂന്നാർ ഹിൽ ടോപ്പിൽ പോയിട്ട് പൂളിൽ കിടന്നിട്ടുണ്ട്. അതെ, നമ്മളപ്പോ വെറൈറ്റി ആയിട്ട് ബീച്ചിന്റെ തൊട്ടടുത്തൊരു പൂളിൽ വന്ന് കിടന്ന് അർമാദിക്കുക. അതെ, അതാണ് ആ കൂട്ടായിട്ട് പൂളിൽ ഇറങ്ങാൻ എനിക്ക് എന്നെ മറിഞ്ഞു. ചന്ദ്രപ്പി ചന്ദ്രൻ എന്തി? ആ അതെ, അന്നും എന്നും ചന്ദ്രൻ കണ്ണാടിയും വെച്ച് പൂളിലുണ്ട് കൈസ്. ഇവിടെ അടിപൊളി കാറ്റാ. അപ്പൊ പൂളിക്ക് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര അടിപൊളിയാ. ബാക്കി ഞാൻ ഫോൺ ഷാജി കൈമാറാം. ഷാജി ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരും. നല്ല കാറ്റാ ഇവിടെ, അടിപൊളിയാ. ഓവർ ടു ഷാജി. ടോമാണ് കില്ലാടി തന്നെ. ടോമണനെ വെട്ടാൻ ആരുമില്ല. ടോമണ അതാണ് ഏത് 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 മൂടി. നീ കേൾക്കാത്ത സിനിമ ഞാൻ തരാം. ചന്ദ്രൻ ചലഞ്ച് ചെയ്യുന്നു. ചന്ദ്രൻ ചലഞ്ച് ചെയ്യുന്നു. ചന്ദ്രൻ ചലഞ്ച് ചെയ്യോ? ചന്ദ്രൻ ചലഞ്ച് വിളിച്ചു പോകരുത് കേട്ടോ ഗൈസ്. ഇവിടെ മുഴുവൻ ചന്ദ്രന്റെ തുണി കാരണമൊന്നും കാണാൻ പറ്റില്ല. ആ കിടക്കുന്നത് ചന്ദ്രന്റെ കേട്ടോ ഗൈസ്. വേറൊരു താഴെ കിടപ്പുണ്ട്. വേറെ താഴെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. എന്താ ചന്ദ്രൻ ഇങ്ങനെ നന്നായിക്കൂടെ? അതെ. ഓക്കെ ഗൈസ്, ഇത് കാല് അയ്യോ എന്തോ ചെവി പറയുന്നുണ്ട് ഗൈസ്.
ടോമണ്ണ ആ കാണത്തില്ല. എടാ നിങ്ങോട്ട് നീങ്ങി നിന്നേ. ആ പറഞ്ഞ പോലല്ല പടം. ഇതിലങ്ങനെ പടമുണ്ട്. ആ ഉണ്ട്, പടമുണ്ട്. അയ്യോ അത് ആരും കണ്ടിട്ടില്ലടാ പടം. എന്നിട്ട് ഞാൻ കാണിക്കാം. എനിക്ക് പടം വേണം, ചലഞ്ച് ചെയ്യണം. ഏപ്പടൊന്നുമല്ല. ചന്ദ്രനായോണ്ട് ഞങ്ങക്ക് സംശയമുണ്ട് ഏപ്പടാണോ. പോടാ നമ്മളെ കുറച്ച് പുറകിലോട്ട് നീങ്ങി നിൽക്കുവോ. അല്ലല്ല വശീകരിക്കുക. ട്രാൻസ്ജെൻഡർ അല്ലേ ഗേണ മലയാളം അനുരാഗ കുണ്ടന്നൂരിലെ രണ്ടാമത്തെ വാക്ക് കുളിസിതങ്ങൾ മൂന്നാമത്തെ വാക്ക് കുളിസിതം. അത്ര ഉറപ്പിക്കാം. മൂന്നാമത്തെ വാക്ക് കുളിസിതമുണ്ടായി. കുളിസിതം ചന്ദ്രന്റെ കുളിസിത കുളിസിത കുണ്ടന്നൂരിലെ കുളിസിത. ഇപ്പൊ തന്നെ 3 മിനിറ്റ് കഴിഞ്ഞു. കുണ്ടന്നൂരിലെ കുളിസിത നിങ്ങൾ അല്ലെ എന്തെങ്കിലും കുളിസിത അക്ഷരം കാണിക്കുക. അക്ഷരം ഏതൊരു ഒരു സാധനം കാണിച്ചിട്ട് മൂന്നാമത്തത് 3 ലെറ്റർ ഉണ്ട്. മൂന്നാമത്തെ തവളച്ചാട്ടം. ലായിൽ അവസാനിക്കും. അല്ലല്ല മൂന്നാമത്തെ ഇതിന്റെ എന്റെ മോളെ നേരം എടുത്തു അതുകൂടെ പറ. എടാ ഈ ഇവന്റെ വായി അവനെന്നാ പറഞ്ഞേ, നീ ചലഞ്ച് ചെയ്യ്, അവൻ കാണിക്കൂന്ന് പറഞ്ഞു. എത്ര നേരം എടുക്കും? നിന്റെ ഒരു കുണ്ടന്നൂരിലെ കുളിസിതങ്ങള് ഒരു സിനിമ ഉണ്ടാകും. ടോമണ്ണൻ അഗൈൻ യു പ്രൂവ്ഡ്. അടിപൊളി. കണ്ടോ ഗീസ്, ഇതാണ് ഞങ്ങളുടെ ടോമണ്ണൻ. ഏതാ പവർ? എന്നാ പറഞ്ഞ എടാ വല്ലതും കാണിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ആർക്കും എടാ എനിക്ക് അറിയേണ്ടത് ബാബാ ബിബി അങ്ങനെ ഞങ്ങൾ പറയണോ? ഞാനൊന്നും പറയാം. ബ്രാഡ് ഹിന്ദു പേര് പറയണോ? ശിവൻ ക്രിസ്തു എടാ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. എടാ നീങ്ങി നിൽക്കടാ അങ്ങോട്ട്. കുറച്ചു കഴിയുമ്പോ നിന്റെ ചാൻസ് കഴിയും. ഏതെങ്കിലും ദൈവങ്ങളുടെ പേരാണോ നീ പറയുന്നത്? യേശു ക്രിസ്തു. വിശുദ്ധൻ. ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടോ? ആ ഏതൊരു വിശുദ്ധന്റെ പേരാണോ? വിശുദ്ധന്റെ പേരാണോ? ബെനഡിക്റ്റ് ആണോ? ബെനഡിക്റ്റ് ആണോ? സംതിങ്. ബ്രാ കൂട്ട് വിശുദ്ധനുണ്ട്. എന്തോ ബ്രാ അടുത്തോടെ കാണിക്കുന്നീ. ആ എന്താണ് കാണിക്കേ? അടുത്തൊരാ
പുസ്തകം. വാക്കിന്റെ അടുത്ത് ബ്രാ കഴിഞ്ഞുള്ള കാര്യം പറയാൻ പോകുന്നേ. വാക്ക് കാണിക്കാൻ പോവാ. ബർഗർ ചീസ് പ്രജാപതി ബെഞ്ചൻ ബ്രജാം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി. ഞാൻ ചന്ദ്രമണ്ഡലേ ഞാൻ എന്റെ കൂടെയുള്ള എഫേർട്ട് ചെയ്യാൻ ബ്രാജ്. നീങ്ങി നിൽക്കണം ഇങ്ങോട്ട്, നീങ്ങി നിൽക്കും. ടോമണന്റെ സ്കിൽസ് രണ്ട് വാക്ക്. ഇതിനകത്ത് ബ്രായും ബ്രായൊക്കെ ഉണ്ടോ? ഓക്കെ അതായത് ഞാൻ ഫസ്റ്റ് വയർ, കുട്ടി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, സിബ്ലിങ്സ്, തലമുറ, സിബ്ലിങ്സ്, ജനറേഷൻ. ഇതൊക്കെ ഞാൻ കുറെ നോക്കി. ആദ്യത്തെ വാക്ക് അങ്ങനാണ് ഞാനും പോയത്. നെറ്റി, പേര്, ഫോർഹെഡ്, പേര്. രണ്ടാമത്തെ ആദ്യത്തെ ഒരു പേരാണ്. രണ്ടാമത്തെ ഈ സഹോദരങ്ങൾ ആദ്യമായിട്ട് റിലേറ്റ് ചെയ്തൊരു സാധനം. ഓക്കെ, ആദ്യത്തെ പേര് പറയാൻ പോകുന്നത് ബ്രാ. എനിക്കറിയാം. ഒരു മറ്റേ സിനിമ, ഒരു സിമിത്തേരിയൊക്കെ ഉള്ള. അല്ല എന്നാ പറ, ബ്രാ കഴിഞ്ഞിട്ടുള്ളത് പറ. പുതിയ സിനിമയാണോ? കുറച്ച് രണ്ടാമത്തെ വേർഡ് മലയാളം ഇംഗ്ലീഷാണ്. മലയാളം ആണോ? ഭയങ്കര മലയാളീകരിച്ചുള്ള വേർഡ്സ് ഇല്ലേ ഈ സഹോദരങ്ങൾ? രണ്ടാമത്തെ ഫസ്റ്റ് ലെറ്റർ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോ? നടുവേദന. ഗർഭിണി നടു, മുതുക്, ചന്തി കൊണ്ടിനാവല്ലോ. കേട്ടോ അത് ഇടിച്ചാൻ ചന്തി, ചന്തി വേദന, സന്താനം, സന്താനങ്ങൾ, സന്തതികൾ. ഒപ്പിച്ചു വെച്ചോ. എടാ മര കഴുത്. അബ്രാഹം എങ്ങനെയാടാ ബ്രായാവുന്നത്? പിന്നെ അബ്ര നിങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ പാടിയ പോലെന്നോ? സന്തതി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. സന്തതി എത്തിക്കണം. കില്ലാടി തന്നെയാണ്. പെട്ടെന്ന് കിട്ടും. സിനിമത്തേരിയൊക്കെയുള്ള സിനിമ മറ്റേ ഫോർട്ടോസിലെ സിനിമത്തേരിയൊക്കെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട്. ഉദ്ദേശിച്ച സിനിമ തന്നെയത്. ഇതിനകത്ത് സ്പെഷ്യൽ മെൻഷൻ സംഗീതവും ചന്തിയും കൂടെ കൂട്ടിക്കുറിച്ച സന്ധിക്കും ചന്തി എന്നുള്ള കണ്ടുപിടിച്ച സേനാജിക്കും പ്രത്യേക ഉപഹാരം ഞങ്ങൾ നൽകുന്നതായിരിക്കും. കൊടുത്തറിയാൻ പിന്നെ അത് സിമ്പിൾ സിനിമ, പക്ഷെ ഇത്രയും ഇതാക്കിയത് കോമ്പറ്റീറ്റീവ് ആക്കി. ഓ ഓക്കെ, സെറ്റായിരുന്നു കേട്ടോ കേസ്. അതെ എന്റെ ദൈവമേ, പിള്ളേരെ കൂടെ തോറ്റ്. നമ്മള് തുറന്നു നോക്കിയില്ലായിരുന്നു. ഇനിയിപ്പോ രാവിലെ തുറക്കാതെ. നിങ്ങളുടെ സെർച്ച് എക്സ്പീരിയൻസ് അതിനകത്ത് ആ സാധനം ഇല്ല. ഉള്ളോണ്ട് ഉറങ്ങാൻ പറ്റില്ല.
പൂട്ടിയിട്ട് വരാൻ ഞാൻ പറഞ്ഞതാ. ഗീസ് പിള്ളേരൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഫോൺ നോക്കി നടക്കുന്നു. മരങ്ങാനും ഇത് താക്കാൻ പേടി. വിഷയം തന്നെ കേട്ടോ, വിഷയം. മാറുന്നില്ല അതിനകത്ത് തന്നെ ഇരുന്ന് ഞാൻ എനിക്ക് പ്രേതത്തിലല്ല പേടി, കള്ളന്മാരെ പേടി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ആരെയും ഞാൻ ഫുള്ള് പൊതിച്ച് കിടക്കും. എന്നെ വെറുതെ വിട്ടേക്കണോ? അയ്യോ എന്റെ താഴേക്ക് പൂട്ടിട്ടുണ്ട്. അല്ല പൂട്ടി, 2 ദിവസം അവിടെ പൂട്ടി. മേള് പൂട്ടിയല്ലേ ഗൈസ്? കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്കിപ്പോ വിളിക്കണം. ഫോൺ നോക്കിയിട്ടില്ല, ഫോൺ വന്നു. അത്യാവശ്യം വന്നു, അവിടെ പെട്ടെന്ന് പോയത്. ഞാൻ ഇവര് വിളിക്കിട്ട് ഇങ്ങോട്ട് വരാനാ വിളിക്കുന്നത്, എന്നാത്തിനാ പറയുന്നില്ല. ഇല്ല ഇല്ല പൂട്ടിയിട്ടില്ല. അതിനെന്തറിയോ, അതിന്റെ ഈ സാധനം ഇല്ല ഇതിന്. കണ്ടോ തന്നെ തുറന്നു തരും. പക്ഷെ വേറെ സംഭവം എന്നാന്നറിയോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഡോർ ഓപ്പൺ ആവാനുള്ള കാര്യം തന്നെ കാരണം എവിടുന്ന് കാറ്റടിച്ചു? എവിടുന്ന് കാറ്റടിച്ചു? കാറ്റടിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. സമയം 2:58, 3 മണിയാകുമ്പോ പ്രേതം വരും. അതാണ് കേക്ക്. ശരിക്കും അതെ, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ശരിക്കും പേടി വരുന്നുണ്ട്. എന്റെ ദൈവമേ, എന്തായാലും കൊള്ളാം. ആരുടെ? ടോമിന്റെ. ഇല്ല, ഓകർത് കാറ്. ഞങ്ങൾക്ക് പേടിയില്ല. എന്തായാലും നിങ്ങൾ ഈ വ്ലോഗ് കാണാനാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഡേ 2. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വഴിയായിരുന്നു. ഇന്നലെ കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ, ഇന്നലെ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞിട്ട് 2 മണി കഴിഞ്ഞപ്പോഴേക്കും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലൊക്കെ പോയി എല്ലാവരും കിടന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് ശ്വേതാജിയുടെ ഒരു കോൾ, റൂം വരെ ഒന്ന് വരാം. ഞാൻ ഓടിച്ചാടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടതാണ് നിങ്ങൾ മറ്റേ അവരുടെ ഡോറ് തന്നെ തുറന്നിട്ട് അവർ പേടിച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു. പിന്നെ ഞാൻ ചേച്ചിയും കൂടെ അങ്ങോട്ട് ചെന്നു. ഞാൻ ചേച്ചി ഉറങ്ങില്ല. അങ്ങനെ ആ സീനാണ് നിങ്ങൾ കുറച്ചും വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറക്കം വന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം യൂണൊക്കെ കളിച്ചു. അതിൻ്റെ പയ്യെ അവിടെ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും വന്ന് റൂമിൽ വന്ന് കിടന്നു. അത് കഴിഞ്ഞ് 6:30 ആയപ്പോഴേക്കും ശ്വേതാജി പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് വ്യൂ കാണാമെന്ന് പറഞ്ഞു. സണ്ണൊക്കെ റൈസ് ചെയ്ത് വ്യൂ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ഇവരുടെ ശ്വേതാജിയുടെ റൂമിലാണ് ബാൽക്കണി ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും 2 എണ്ണങ്ങൾ ഉറങ്ങിയിട്ടില്ല. അറിയാതെ ഒരു ശ്വേതാജി ഉറങ്ങിയില്ല, എണീറ്റിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ടു.
അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി കുറേ നേരം ചേച്ചി എണീറ്റില്ല, ഞാൻ മാത്രമേ എണീറ്റുണ്ടായിരുന്നു. കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ആയപ്പോഴേക്കും അവർ കിടന്നു. അവരിപ്പോഴും ഉറക്കുക. ഇപ്പം എല്ലാവരും ഇവിടെ കിടന്നിരിക്കുന്നു. ഞാനും ഷാർബയും ടോമോസിനും മാത്രമേ എണീറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോഴും റൂമിൽ തന്നെ കിടക്കുക. ഇപ്പോൾ സമയത്ത് 9 മണി എന്തോയി. എല്ലാവരും കിടക്കുക. നമ്മൾ 11 മണിക്ക് എന്തോ ചെക്കൗട്ട് ചെയ്താൽ മതി. സോ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുക. പിന്നെ എന്നാ വേറെ വിശേഷം എന്താ പറയാനുള്ള ഇനിയിപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. സോ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്യണം, അത് മാത്രമേ നമ്മുടെ പ്ലാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. സോ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊക്കെയാണ് സംഭവങ്ങൾ. ഞാനിവിടെ ഒരു മറ്റേ എന്താ പറയുക സ്റ്റെപ്പിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടോടെ ഞാൻ തന്നെ അവിടെ ഇരിക്കുന്നത്. സോ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളിത് റെഡിയൊക്കെ ആയി. ഇനിയിപ്പോൾ എല്ലാവരും പാക്കിങ്ങില്ല. അതായത് ചന്ദ്രനൊക്കെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി സെവൻ്റെ മെറിഞ്ചോബും റിജോബിറ്റൂടെ ഒന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ സ്വയജൻ്റെ താഴെ ഓക്കെ. സോ ബാക്കിയെല്ലാം ഞാൻ കുറച്ച് റെഡി താഴോട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പ്ലാൻസ്. പാർവതി പ്രദീപ്. ഹേ പാർവതി പ്രദീപ്. ഹായ് ഗൈസ്. സോ പാർവതി പ്രദീപ് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പയ്യെ ഇറങ്ങും. സോ അതാണ് പ്ലാൻ. ചേറബിയും ചന്ദ്രനും നേരത്തെ പോവും. അതായത് അവർക്ക് ഉച്ചയ്ക്കത്തെ ട്രെയിനിന് അവർ തിരിച്ചു പോവും. ചേറബി ഒരു ഹൗസ് വാമിങ് പരിപാടിയുണ്ട്. ചന്ദ്രന് വീട്ടിൽ ചെല്ലാം പരിപാടികളുണ്ട്. അതെ ഞങ്ങൾ ഇനിയിപ്പോൾ കഴക്കൂട്ടത്തോട്ട് പോവാം. അവിടെ ചെന്നിട്ട് കഴക്കൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. സോ അങ്ങനെയൊക്കെ സോ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞങ്ങളിനി ഫുഡൊക്കെ വന്നിട്ട് കഴിക്കുന്ന കാണാം. ഓക്കെ. ഹായ് ഗായ്സ്. അപ്പം നമ്മളിത് ഞാനല്ലേ ഫുഡൊക്കെ കഴിക്കാൻ പോകാമെന്നാണ്. ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എടുക്കുന്ന ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. ഗൈസ് ഭയങ്കര ബിസി ആയിരുന്നു. സോ അത് മാത്രമല്ല ഞങ്ങൾ മേടിച്ച ഫുഡിനകത്ത് ഞങ്ങൾ മൊത്തം 5 നെയ് റോസ്റ്റും 3 മസാല ദോശയും മേടിച്ചത്. അങ്ങനെ വന്നതിനകത്തൊരു മസാല ദോശ ഇല്ലായിരുന്നു. അപ്പം പിന്നെ അത് റിപ്പോർട്ട് ചെയ്ത് സ്വിഗ്ഗിയിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ ഫുൾ തിരക്കായിപ്പോയി. പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അത്ര അടിപൊളി ഒന്നും പറയാനില്ല, കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവർ റീലിൽ പ്രാക്ടീസ് കൊണ്ടിരിക്കാൻ കാണിച്ചു തരാം. കണ്ടോ അവർ റീലിനൊക്കെ പ്രാക്ടീസ് കൊണ്ടിരിക്കുക. റീലോടൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. ചന്ദ്ര ഓർമ്മക്കാട് അപ്പോൾ ഇത് നല്ല പ്രോപ്പർട്ടിയാണ്, പഴയ പ്രോപ്പർട്ടിയാണ് മെയിൻ. അപ്പം അതിൻ്റെതായ പോരായ്മകൾ ഞാനിത് കാണുന്നത്. പക്ഷേ 20,000 രൂപ വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആണെന്ന് ഞാൻ പറയുന്നത്. ഒരു 10,000 രൂപയ്ക്ക് പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ. കാരണം കാലപ്പഴക്കത്തിൻ്റെ പല നൂലാമാലകളും നമുക്ക് ഇതിൻ്റെ ഇടകളിലൊക്കെ കാണാം. കാരണം മിക്ക ലോക്കുകളും വർക്കിംഗ് അല്ല, ബാത്റൂം ആണെങ്കിലും പഴയതാണ്. അപ്പം ആ ഒരു വിൻറ്റേജ് വൈബ് ആസ്വദിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു വ്യൂ ആണ് കാണിച്ചു കൊടുക്കുന്നത്. കേട്ടോ, നമ്മൾ ഏത് ബാൽക്കണി, അതായത് ഈ വെസ്റ്റ് സൈഡിലുള്ള ഏത് ബാൽക്കണി വന്ന് നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ബ്രീസ് ആൻഡ് ഒരു പതഞ്ഞു പൊങ്ങുന്ന ഒരു കടലിലെ വ്യൂ ആണ്. പിന്നെ കടലിലെ പാറ, ഇടയ്ക്കിടയ്ക്ക് നേവിയിലെ ഷിപ്പ് കാണാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് നേവൽ ബേസ് ഉണ്ട്. പിന്നെ നമ്മൾ രാത്രി നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നല്ല മഞ്ഞ കളറാണ്, വിഴിഞ്ഞം പോർട്ടിന്റെ ലൈറ്റാണ്. അപ്പൊ കൊള്ളാം, നല്ലൊരു പ്രോപ്പർട്ടി. അതെ. സോ മൊത്തത്തിൽ നല്ലൊരു പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വെറുതെ സ്റ്റേക്കേഷന് വന്ന് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഗോവളൊന്ന് ജസ്റ്റ് പോയി കറങ്ങുക, അതൊക്കെ തന്നെ. സോ മൊത്തത്തിൽ നൈസായിരുന്നു. അങ്ങനെ നഷ്ടമൊന്നും ഞാൻ പറയത്തില്ല. സോ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ ഇവർക്ക് റീൽ എടുത്ത് കൊടുക്കണം. പിന്നെ എന്നാ പരിപാടി എടുക്കുന്നില്ല. പിന്നെ എമിനിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറെ ഇരിക്കാനുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. 4 റൂമുണ്ട്. 4 വലിയ റൂമാണ്.
ബട്ട് ടോയ്ലറ്റിനെ പറ്റി എനിക്ക് എത്ര അഭിപ്രായമില്ല. അതും ടോയ്ലറ്റ് കുറച്ച് പഴയതാ ഗൈസ്. സോ ഒന്ന് മാറ്റിത്തരാം. ആ മാറ്റിത്തരാം ഗൈസ്. വീടെടുക്കാൻ. Okay. റിയ. അപ്പം ഞാൻ റീലെടുത്ത് കൊടുക്കട്ടെ ഗൈസ്. സോ ഗൈസ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. റെയിൽവേ സ്റ്റേഷന് മുന്നേ ചട്ടത്തരം പറയാമെന്നല്ല, UTS എന്ന് പറഞ്ഞൊരു ആപ്പ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു. 65 ആരുടെയിലോട്ടെ 130 കയ്യിൽ നിന്ന് പോയി. ആലോചിക്കണം, ടിക്കറ്റും ഇല്ല. ഞാൻ ടിക്കറ്റ് ഉണ്ടെന്ന് ഇപ്പൊ കയറിയിരുന്നെങ്കിൽ പോയി ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോ കയറിയിരുന്നെങ്കിൽ എന്നെ ടിക്കറ്റ് വെളിയിലായി 300 രൂപ അടിച്ചു തന്നെ കാര്യമില്ല. ടിക്കറ്റ് അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു മോനെ പേടിക്കണം, സ്ലീപ്പർ ടിക്കറ്റ് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടി. അപ്പൊ നമ്മള് സ്ലീപ്പർ എടുത്ത് നേരെ കോട്ടയത്തിന് പോകുന്നു. അതെ ഗൈസ്, ചന്ദ്രനിലാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ അതെ, ട്രെയിനിലാണ് നമ്മൾ ചന്ദ്രന് സാറബൻ തിരിച്ചു പോവാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെ അതെ. സോ ഇവർ തിരിച്ചു പോവാ. ഞങ്ങളുടെ പ്ലാൻ എന്നാന്ന് അറിയത്തില്ല ഇപ്പോഴും. സാറബ് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് 4 minutes ഇപ്പോൾ വരും. ഇപ്പം ഇത് സോ അതൊക്കെയാണ് പ്ലാനുകൾ. S6-ലാണോ? S2 അല്ലേ? സോ അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ളത് ഇവരെ കയറ്റിട്ടിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ളത് തീരുമാനിക്കാം. സോ അതാണ് ഞങ്ങളുടെ പിസ്സ ഇപ്പോൾ വരുമായിരിക്കും. പിന്നെ ഊബറിൽ വന്നു 417 രൂപയാണ് യൂബറിൽ കാണിച്ചത്. അവിടെയും 685 രൂപയായി. അതെ, 685 രൂപ. പോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ക്യാമറാമാൻ മുക്കരയോടൊപ്പം നിഖിൽ ചന്ദ്രൻ ആൻഡ് കെറബ സൈനിങ് ഓഫ്. കോട്ടയം. ഇവരൊക്കെ ഇനി ഇവര് എറണാകുളം ട്രിവാൻഡ്രം കറങ്ങും. ഇവരെ പറഞ്ഞുവിടാം.